ഇന്ന് അടിയന്തരാവസ്ഥയുടെ വാർഷികമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം അത് തെറ്റായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം വിധിയെഴുതിയ അടിയന്തരാവസ്ഥ. അതിൻ്റെ വാർഷികമാണ് ജൂൺ മാസം 25-ാം തീയതി. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി കാണിച്ച ചില മണ്ടത്തരങ്ങളാണ് അവരുടെ തന്നെ പരാജയങ്ങളിലേക്ക് എത്തിയതെന്നറിയാം. അതിൻ്റെ ചരിത്ര വഴികളിലൂടെ പരിശോധിക്കുമ്പോൾ 1971 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. എതിരാളി സോഷ്യലിസ്റ്റ് നിരകളിലെ ശക്തനായ രാജ് നാരായണനായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വലിയൊരു അബദ്ധം കാണിച്ചു. അക്കാലത്തെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് സ്വയം പറഞ്ഞാൽ പോലും അന്ന് തൊട്ട് സ്ഥാനാർത്ഥിയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായ യശ്പാൽ കപൂർ, അദ്ദേഹം ആ ജോലിയിലിരിക്കെ ഇന്ദിരാഗാന്ധി ഡിസംബർ മാസം 1971 ഡിസംബർ മാസം 29-ാം തീയതി താൻ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായ യശ്പാൽ കപൂർ സ്ഥാനം രാജിവെക്കുന്നത് ജനുവരി മാസം 13-നാണ്. രാജി സ്വീകരിക്കുന്നത് ജനുവരി 25-നാണ്. അതോടെ ഇന്ദിരാഗാന്ധിക്ക് നിയമയുദ്ധം നേരിടേണ്ട സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജ്നാരായണൻ സർക്കാർ ജീവനക്കാരനായിരിക്കെ യശ്പാൽ കപൂർ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായി റായ്ബറേലിയിൽ പ്രവർത്തിച്ചു എന്ന് തെളിയിച്ചു. രൂക്ഷമായ നിയമയുദ്ധത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഇന്ത്യയുടെ പ്രഗത്ഭനായ നിയമജ്ഞൻ ശാന്തി ഭൂഷൺ ഇന്ദിരാഗാന്ധി സ്ഥാനാർത്ഥിയായി ഡിസംബർ മാസം 29-ന് തന്നെ സ്വയം പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൻ്റെ രേഖകൾ ഹാജരാക്കിയതോടുകൂടി ഇന്ദിരാഗാന്ധിയുടെ അഭിഭാഷകരുടെയും അവരെ പിന്താങ്ങിയിരുന്ന മോഹൻ കുമരമംഗലം, സിദ്ധാർത്ഥ ശങ്കർ റായ് പോലെയുള്ള നിയമപണ്ഡിതന്മാരുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. തുടർന്ന് അന്നത്തെ അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജഗ്മോഹൻ സിൻഹ അദ്ദേഹത്തിൻ്റെ വിധിയിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും 6 വർഷത്തേക്ക് മത്സരിക്കാനുള്ള അനുമതി കൂടെ റദ്ദാക്കിക്കൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ കൊടുത്തുകൊണ്ടാണ് വിധി വന്നത്. ആ വിധി ഇന്ദിരാഗാന്ധിക്ക് വലിയ ഇരുട്ടടിയായിരുന്നു. 6 വർഷത്തേക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധി പാർലമെൻറ്റ് പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമായിരുന്നു. എന്നാൽ 6 വർഷം മത്സരിക്കാൻ സാധിക്കാതിരുന്നതോടുകൂടി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ ആ വഴിയും അടഞ്ഞു. ജസ്റ്റിസ് സിൻഹ 20 ദിവസത്തേക്ക് കേസ് സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തത് ഇന്ത്യക്കൊരു പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്താനുള്ള സാവകാശം ചോദിച്ചുകൊണ്ടാണ്. അതിന് പകരം പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതിന് പകരം ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീലിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ കണ്ടീഷണൽ സ്റ്റേ ആണ് അനുവദിച്ചത്. അതായത് അവരുടെ പാർലമെൻറ്റ് അംഗത്വം തുടരാം, പക്ഷേ വോട്ടവകാശം ഉണ്ടാവില്ല. ഈ കേസ് നടക്കുന്നതിനിടക്കാണ് RP ആക്ട് വീണ്ടും ഭേദഗതി ചെയ്യുന്നത്. അതായത് ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു പാർട്ടി പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കുന്നതോടുകൂടിയാണ് സ്ഥാനാർത്ഥിയാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം തിരുത്തി. ആ നിയമം തിരുത്താൻ വേണ്ടിയിട്ട് ആഗസ്റ്റ് മാസം 9-ാം തീയതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും നിയമസഭകൾ പ്രത്യേകമായി വിളിച്ചുകൂട്ടി. ഇന്ത്യൻ പാർലമെൻറ്റ് പ്രത്യേകമായി വിളിച്ചുകൂട്ടി. പല പാർലമെൻറ്റ് അംഗങ്ങളും ജയിലിൽ കിടക്കുമ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തു. ഇന്ത്യയുടെ പ്രസിഡന്റ് തൊട്ടടുത്ത ദിവസം തന്നെ ഒപ്പിട്ടു. ആ നിയമത്തിൻ്റെ ബലത്തിൽ പിന്നീട് 4-1 വിധിയിൽ ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം സംരക്ഷിക്കപ്പെട്ടു. ജൂൺ മാസം 24-ാം തീയതി തൊട്ടടുത്ത ദിവസം ജൂൺ 25-ന് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശ്രീ അബ്രഹാം മാനുവലാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് താങ്കളെ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്?